വിജയിപ്പിക്കും, ജനപ്രതിയാക്കും, ഇതെല്ലാം ഭംഗിയായി നിർവഹിക്കും എന്ന ആത്മവിശ്വാസമാണ് എനിക്ക്. എൻ്റെ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഞാൻ കോളേജിൽ വിദ്യാഭ്യാസം ചെല്ലുമ്പോൾ ആ കോളേജിൽ എനിക്കൊരു വർഷത്തിന് മുമ്പേ എന്നെക്കാൾ പ്രായം കൂടിയ ആളുകൾ ആ കോളേജിൽ പഠിച്ചിരുന്നു. അതിൽ എനിക്ക് എല്ലാ അർത്ഥത്തിലും ഒരുമിച്ച് കളിക്കുകയും നാട്ടിൽ ഒരുമിച്ച് ഇടപഴകുകയെല്ലാം ചെയ്യുന്ന, പിന്നീട് പോളിടെക്നിക്കിൻ്റെ തന്നെ അധ്യാപകരും പ്രിൻസിപ്പളും എല്ലാമായി മാറിയ അയൽക്കാരനായിട്ടുള്ള അശോക് എന്ന് പറയുന്ന ആൾ ഉൾപ്പെടെ 7 പേരെ അടിയന്തരാവസ്ഥക്കാലത്ത് അകാരണമായി അറസ്റ്റ് ചെയ്ത് DIR മിസൈലെല്ലാം ഉപയോഗിച്ച് ജയിലിലടയ്ക്കുന്ന സന്ദർഭത്തിൽ അവർ ജയിലിൽ കിടക്കുമ്പോഴാണ് ഞാൻ കോളേജിലേക്ക് ചെല്ലുന്നത്. നിരപരാധികളായിട്ടുള്ള കുട്ടികളെ ജയിലിലടച്ച് ക്രൂരമായി അവരുടെ വിദ്യാഭ്യാസവും ഭാവിയും തകർക്കുന്ന നയത്തിന് എതിരായിട്ട് പോരാടണം എന്നൊരു വികാരം ഉള്ളിൽ രൂപപ്പെട്ടു. അപ്പോൾ ആ പോരാട്ടത്തിൽ രാജൻ വിജയൻ കണ്ണൻ എന്നൊക്കെ പറയുന്ന മിടുക്കരായ കുട്ടികളെ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഉരുട്ടിയൊക്കെ കൊലപ്പെടുത്തിയിരുന്നു. അതിനോടെല്ലാം ഉള്ള വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം മനസ്സിൽ രൂപം കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും നീതി ലഭിക്കണം, എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം ലഭിക്കണം, എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭ്യമാക്കണം. അതിനു വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന ആലേഖനം ചെയ്തിരിക്കുന്ന പതാകയിലെ സ്വാതന്ത്ര്യത്തിൽ ആകർഷകമായിട്ടാണ് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ SFIയിലേക്ക് കടന്നു വരുന്നത്. 21 വയസ്സുള്ളപ്പോഴാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. പക്ഷെ അന്നാണ് ദേശാഭിമാനി ഏറ്റവും കൂടുതൽ ചേർത്തതിൻ്റെ അവാർഡ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന VSൽ നിന്നും ഏറ്റുവാങ്ങുന്നത് എന്നതാണ് പാർട്ടി വിലയിരുത്തപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത്. രണ്ടാമത് നമ്മൾ കാർഷിക ബാങ്ക്, പത്തനാപുരം താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്ക് എന്ന ഒരു ബാങ്ക് രൂപീകരിച്ചു. ആ ബാങ്കിലൊരു ഘട്ടത്തിൽ പ്രസിഡൻ്റായിട്ട് എന്നെ നിശ്ചയിച്ചു. പ്രസിഡൻ്റായിട്ട് നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ ആരിൽ നിന്നും പണം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ വായ്പകൾ എടുക്കാതെയോ കാർഷിക ഗ്രാമ വികസന ബാങ്കിന് ഒരു ആസ്ഥാന മന്ദിരം കേരളത്തിലെ ഏറ്റവും വലുത് പണികഴിപ്പിക്കപ്പെട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ബാങ്കിനെ ഇത്ര ഉന്നതിയിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് സംസ്ഥാന സഹകരണ വാരാഘോഷം നടക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും ചർച്ച ചെയ്തിട്ട് മികച്ച കാർഷിക ഗ്രാമ വികസന ബാങ്കിനുള്ള പുരസ്കാരം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിന്നും ഏറ്റുവാങ്ങി എന്നതാണ് രണ്ടാമത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ചു എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ഘട്ടത്തിലാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി പാർട്ടി നിശ്ചയിച്ചു. പ്രയാസമുള്ള ഒരു ഡിവിഷനിലാണ് സ്ഥാനാർത്ഥിയായിട്ട് തന്നെ നിന്നത്. അവിടെ നിന്ന് വിജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടിരിക്കുമ്പോൾ ആ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കീഴിലാണ് ഫാമുകളും മറ്റുമെല്ലാം. അതിൻ്റെയൊക്കെ നിർവഹണ ഉത്തരവാദിത്വം ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാണ്. വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചിരുന്ന ഫാമുകൾ, കുരിയോട്ടോല ഫാം, അഞ്ചൽ കൃഷി ഫാം ഉൾപ്പെടെ നവീകരിച്ച് മനോഹരമാക്കി മാറ്റിയപ്പോൾ മികച്ച ഫാമുകൾക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം അന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റുവാങ്ങാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം പോലും ആകാത്ത ആളിന് എങ്ങനെയാണ് 68 ഗ്രാമപഞ്ചായത്തുകളെയും 4 മുനിസിപ്പാലിറ്റികളും ഒരു കോർപ്പറേഷനെയും 11 MLAമാരെയും എല്ലാം അടങ്ങുന്ന ജില്ലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ആളായിരിക്കുമോ എന്നൊരു സംശയവും ആശങ്കയും പലരും പ്രകടിപ്പിച്ചിരുന്നു. എൻ്റെ ചെവിയിലും അത് എത്തിയിട്ടുണ്ട്. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ പഠിച്ച് ജനഹിതം മാനിച്ച് ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളും അവർക്ക് വേണ്ട ആവശ്യങ്ങളുമെല്ലാം ചേർത്ത് പിടിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ച് അത് സമയബന്ധിതമായി നിർവഹിക്കാൻ പരിശ്രമിക്കപ്പെട്ടപ്പോൾ ഒരു പദ്ധതി രൂപീകരണം എന്നത് ഉദ്യോഗസ്ഥന്മാർ എവിടെയെങ്കിലും ഇരുന്ന് രൂപീകരിക്കപ്പെടുക എന്നതിൽ നിന്നും മാറി ജനങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യത്തിനൊരു പദ്ധതി തയ്യാറാക്കുക, അതിന് ഫണ്ട് വയ്ക്കുക, ഗ്രാമപഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്തിനെയും കോർപ്പറേഷനെയും കൂട്ടിയോജിപ്പിച്ച് നടപ്പിലാക്കുക എന്നതിനാണ് ഊന്നൽ നൽകിയത്. അക്കാലത്ത് UDFിലെ അംഗങ്ങളുണ്ട്, പ്രഗത്ഭരായ ആളുകൾ.
LDFിൻ്റെ ആളുകളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രസിഡന്റുമാരായിട്ടുള്ള ആളുകളുണ്ട്. കൊല്ലം ജില്ലയുടെ ചരിത്രത്തിൽ എല്ലാ ജനപ്രതിനിധികളും ഒരു ചരടിൽ കോർത്ത മണികളെപ്പോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഞാൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്നെ പിന്തുണയ്ക്കുകയും ഞാൻ പറയുന്നത് അവർ കേൾക്കുകയും ഒറ്റ മനസ്സോടുകൂടി ജില്ലയിലെ പ്രാദേശിക സർക്കാരുകളെ നമുക്ക് നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നൽകിയത് ബഹുമാനപ്പെട്ട UDFിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് എന്നതാണ് മറ്റൊരനുഭവം.